ഈ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യത്തെ മത്സരത്തിന് ഇറങ്ങി ബ്രസീലിനെ മൊറോക്കോ സമനിലയിൽ തളച്ചു. അങ്ങനെ പറയുന്നതാണോ, അല്ലെങ്കിൽ ഈ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യത്തെ മത്സരത്തിന് ഇറങ്ങിയ മൊറോക്കയെ ബ്രസീൽ സമനിലയിൽ തളച്ചു എന്ന് പറയുന്നതാണോ ശരി? കാരണം ബ്രസീലിന്റെ ഇപ്പോഴത്തെ പ്രകടനം നമുക്ക് നോക്കിയാൽ മൊറോക്കോയെ ബ്രസീൽ തളച്ചു എന്ന് പറയുന്നത് തന്നെയായിരിക്കും ശരി. എന്തായാലും 1-1 എന്ന സ്കോറിനാണ് ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞത്. ആദ്യ പകുതിയിലാണ് 2 ഗോളുകളും വീണത്. ശക്തമായ ആക്രമണത്തോടുകൂടിയാണ് മൊറോക്കോ ഇന്ന് മത്സരം തുടങ്ങിയത്. നിരന്തരമായ ആക്രമണങ്ങൾക്കൊടുവിൽ 21-ാമത്തെ മിനിറ്റിൽ അവർ ആദ്യത്തെ ഗോൾ നേടി. ഇസ്മായിൽ സൈബാരിയാണ് അലിസന്റെ തലയ്ക്ക് മുകളിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ച് അവർക്ക് ലീഡ് നൽകിയത്. 32-ാമത്തെ മിനിറ്റിൽ ബ്രസീലിന്റെ മറുപടി ഗോൾ വന്നു വിനീഷ്യസ് ജൂനിയറിലൂടെ. ഒരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു വിനീഷ്യസ് നേടിയത്. അങ്ങനെ ആദ്യ പകുതി 1-1 സമനിലയിൽ അവസാനിച്ചു. രണ്ടാം പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോളുകളൊന്നും നേടാനുമായില്ല. ബ്രസീൽ ഇന്നൊരു മോശം പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി ബ്രസീൽ ഉണർന്ന് കളിച്ചെങ്കിലും മധ്യനിരയിലെ ബ്രസീലിന്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. നെയ്മറിന്റെ ഒരു അഭാവം അവിടെ പ്രകടമായി തന്നെ കണ്ടു. എന്തായാലും മൊറോക്കോയുടെ തോറ്റിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിൽ ബ്രസീലിന് ആശ്വസിക്കാം. കാരണം ഗ്രൂപ്പിലെ ഏറ്റവും ശക്തമായ ടീം തന്നെയാണ് മൊറോക്കോ. അങ്ങനെ 1-1 എന്ന സമനിലയോടെ ലോകകപ്പിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് മൊറോക്കോയും ബ്രസീലും.